ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുമോള് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് മുറ്റത്തിറങ്ങിയിട്ട്. ആരെയും ഞങ്ങളെ കണ്ടു കാണുമോ എന്നുള്ള പേടിയിലാണ് അനുമോള്. ആ സമയത്ത് നമ്മുടെ മിത്രൻ അങ്ങോട്ട് കയറി വരുവാ കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. അല്ല, പിന്നെ ആര്യ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എന്നോടോ? ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിച്ചില്ലേ? ഇല്ല, ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ശരി, ഞാൻ ആര്യനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് അതൊന്നും ചോദിക്കരുതെന്ന്. എന്താ ചേച്ചി കാര്യം പറ. അല്ലെന്നേ, ഇന്നലെ ആര്യൻ ലോഡ് ഇറക്കാൻ പോയപ്പോഴേ അവിടെ വെച്ചിട്ട് അലോകിനെ കണ്ടു. ആ ഏരിയയിൽ എവിടെ വെച്ചിട്ട് കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. കേൾക്കുമ്പോൾ തന്നെ അനുമോളൊന്നും ഞെട്ടിപ്പോവാനുണ്ട്. പിന്നെ അതിനിപ്പോൾ എന്താ ചേച്ചി? അതല്ലെന്നേ, അലോകിൻ്റെ കൂടെയുള്ള പെണ്ണ് നീയാണോന്ന് ആര്യന് ചെറിയൊരു സംശയം. ഞാനോ? അതെ, നിന്നെപ്പോലെ ഉണ്ടാന്ന് ആര്യം പറഞ്ഞു. അപ്പം തന്നെ ആര്യം എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, നീ ഇവിടെ ഉണ്ടോ എന്താന്നൊക്കെ. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നെ ആര്യൻ നിന്നെയും കൊണ്ട് വിളിച്ച് ചോദിക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നതാ. ഞാനാ പറഞ്ഞത് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ അങ്ങനെ ഒരു കുട്ടിയൊന്നുമില്ല, ആലോകിനോടൊന്നും അങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ വീണ്ടും അനുമോള് പേടിച്ച് നിൽക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും, അല്ല ചേച്ചി വേറെന്താ പറഞ്ഞത്? അതെ, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അനുമോള് അല്ലല്ലോ അല്ലേ? ഞാനല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു ആര്യനോട് അനുമോളൊന്നും അല്ല അതെന്ന്. അല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലം മുതലേ നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയുന്നതല്ലേ. കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള വഴക്കും അടിയും ബഹളവും ആലോകിൻ്റെ സ്വഭാവവും ഒക്കെ നന്നായിട്ട് അറിയാം. നീ ആലോകമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങാനോ അവനുമായിട്ട് കൂട്ടുകൂടാനോ പോവോ? ഒരിക്കലില്ല. അത് ഞാൻ ആര്യനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കണ്ടെന്നും പറഞ്ഞത്. അപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ അനുവിൻ്റെ മുഖമൊക്കെ വല്ലാണ്ട് ഒരുമാതിരി ആയി. എന്നിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും മിത്ര അനുവിൻ്റെ തോളിലേക്ക് കൈവച്ചിട്ട് പറയാം, പിന്നെ ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും മോളെ എത്ര സ്നേഹത്തോടുകൂടിയാണ് ഇവിടെ നോക്കുന്നത്. അവർക്കൊക്കെ ജീവനാ. അത് മാത്രമോ, ഏട്ടന്മാർക്കൊക്കെ എന്തോ ഒരു ഇഷ്ടമെന്നറിയോ. പിന്നെ ആര്യൻ്റെ കാര്യം പറയാനുണ്ടോ? അനുമോളെന്ന് പറഞ്ഞാൽ ജീവനാ. അതുകൊണ്ടല്ലേ എവിടെ നോക്കിയാലും അനുമോളുടെ ഒരു ചായ ആരെങ്കിലും കണ്ട മോളെ പോലെ ഇങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ആര്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതെ അതെ എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് വീണ്ടും പറയണ്ട്, ഇനിയിപ്പോൾ ആലോകിനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ്ടും കാണുകയാണെങ്കിലേ, അതും ആ പെണ്ണിൻ്റെ ഒരു പെണ്ണ് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ പെണ്ണിൻ്റെ കാര്യം പോക്കാം. ആര്യം മിക്കവാറും നല്ലപോലെ കൊടുക്കും എന്ന് ഇത്രയും പറഞ്ഞിട്ട് കയറി പോവാ കേട്ടോ മിത്ര. അനു ആണെങ്കിൽ ആകെ വിഷമിച്ച് പോയി. കാരണം ഒന്നാമത് ആര്യം കണ്ടു, രണ്ടാമത് ഇവരുടെയൊക്കെ സ്നേഹം നിറഞ്ഞുള്ള ഈ ഒരു സംസാരം, ഇതെല്ലാം കൂടെ കേട്ടിട്ട് അനു വല്ലാതെ ആയി പോവാണ്. പിന്നെ നമ്മുടെ ദേവിക്ക് ചൂട് പരിപ്പോടെ വേണമെന്ന് പറഞ്ഞിരുന്നു ആനന്ദിനോട്. അങ്ങനെ ആനന്ദ് അത് വാങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദേവിയുടെ മുന്നിൽ നീട്ടുക കേട്ടോ. ദേവി ആർത്തിയോടുകൂടി അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കടിച്ച് തിന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് ദേവി, കൊള്ളാമോ? ചൂടില്ലേ? പിന്നെ നല്ല ചൂട് പരിപ്പോട, നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ കഴിക്കുന്ന പരിപ്പോട നീ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കഴിക്കണല്ലേ? അതെ, കുഞ്ഞിന് ഇഷ്ടമുള്ളതൊക്കെ തന്നെ ഞാനും കഴിക്കണ്ടേ. ഞാൻ കഴിക്കുമ്പോൾ അത് കുഞ്ഞിന് ഇഷ്ടമായിക്കോളും എന്ന് ദേവി പറയുമ്പോൾ വീണ്ടും നമ്മളാ ആനന്ദ് ചോദിക്കുകയാണ്, ദേവി ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലാവൂലേ? അങ്ങനെയാണെങ്കിൽ നീ കുഞ്ഞിനോട് ചോദിച്ചു നോക്ക്, ഇത് ഇഷ്ടമായോന്ന്. അതെങ്ങനെ ചോദിക്കാനാ? ആനന്ദേട്ടൻ തന്നെ ചോദിക്കുക, ഞാനെങ്ങനെ ചോദിക്കാനാ? അപ്പോൾ ദേവി ആനന്ദിൻ്റെ കൈ എടുത്ത് വയറ്റിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ മറുപടി ഒന്നും വരുന്നില്ലല്ലോ, കുഞ്ഞ് ചവിട്ടുന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ആനന്ദ് പറയാം. അപ്പോൾ ദേവി പറയാം, അയ്യോ എൻ്റെ പൊന്നെ ആനന്ദേട്ടാ, അതിന് 7-8 മാസമൊക്കെ ആവണം കുഞ്ഞ് ചവിട്ടാനും അനങ്ങാനും ഒക്കെ. ഇതിപ്പോൾ എന്താ പറയുക, കൈ വെച്ചോടനെ ഇപ്പം അങ്ങനെയൊന്നും അറിയാൻ കഴിയില്ല. അങ്ങനെയാണല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മയിൽ നിന്നുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും, ഫീലിങ്സും അമ്മയുടെ സന്തോഷവും അമ്മ കഴിക്കുന്ന ആഹാരവും ഇതെല്ലാം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ്. കുഞ്ഞിന് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെയല്ലേ നീ പറയുന്നത്? അതെ, അങ്ങനെയാണെങ്കിൽ ദേവി ഇനി ഒരിക്കലും അറിയാതെ പോലും നീ ഒരു കള്ളത്തരം പോലും പറഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ദേവിയുടെ മുഖം പെട്ടെന്ന് വാടിപ്പോയി. എന്നിട്ട് ആനന്ദ് വീണ്ടും പറയാം, എനിക്ക് പേടിയുണ്ട്, ഇനി കുഞ്ഞതങ്ങാനും കേട്ട് പഠിക്കുമോ എന്നുള്ളത് തൊട്ടാണ് കേട്ടോ. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ എനിക്കിനി ഇതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാലും ഞാനൊരു കാര്യം പറയാം. ആനന്ദേട്ടനോട് പലതവണ ഞാൻ ആലോചിച്ചതാണ് സത്യം തുറന്നു പറയണം എന്ന്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചൊരു കാര്യം, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ലേ, അത് മാത്രമായിരുന്നു എൻ്റെ പേടി. എനിക്ക് ആനന്ദേട്ടനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല, വിട്ടു പോകാനും പറ്റില്ല. ലോകത്ത് വേറെ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയാലും ഞാൻ ആനന്ദേട്ടനെ നഷ്ടപ്പെടുത്തില്ല. പിന്നെ ഈ കുടുംബം, അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ എല്ലാവരെയും ഉപേക്ഷിച്ച് എനിക്ക് പോകാനും കഴിയില്ല. അപ്പം ഇതൊരു സ്വർഗ്ഗമല്ല ആനന്ദേട്ടാ, ഈ സ്വർഗ്ഗം വിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയുമോ? പറ്റില്ല. അതുകൊണ്ടാണ്
എന്നോട് ക്ഷമിക്കണം എന്ന് വീണ്ടും ദേവി പറയാം. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ദേവി പറഞ്ഞിട്ട് ആനന്ദേട്ടൻ അന്ന് എനിക്കൊരു പുസ്തകം തന്നില്ലേ വായിക്കാനിട്ട്, ആ പുസ്തകം വായിച്ചതോടുകൂടി എനിക്കെല്ലാം മനസ്സിലായി. പിന്നെ പിന്നെ ഇപ്പോൾ ഒരു ആവാൻ പോയപ്പോൾ തന്നെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് പോലും ഒരു കള്ളത്തരങ്ങൾ പറയാനോ ഒന്നും പാടില്ല. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നമുക്ക് ചില കടമകൾ ഉണ്ടാവില്ലേ, അതിലൊന്ന് തന്നെയാണിത്. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല ആനന്ദേട്ടാ എന്ന് വീണ്ടും പറയണ്ട. അപ്പോൾ ആനന്ദ് അല്ലാതെ ഒന്ന് വിഷമിച്ച് മാറി നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ എല്ലാവരും കൂടെ ഹാളിൽ വന്ന് കൂടുന്നുണ്ട്. കാരണം കൈനോട്ടക്കാരി പറഞ്ഞ കാര്യം ബാലൻ ഉൾപ്പെടെ എല്ലാവരോടും നമ്മൾ ഗോമതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗോമതി ആകെ ടെൻഷനിലാണ്. ദേവിമലയിൽ പോയി പരിഹാരം കണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഈ ദേവിമല എവിടെയാണ് അത് മാത്രം ആർക്കും അറിയില്ല. നെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിൽ ചോദിച്ചു, പലയിടത്തും നോക്കി. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ പേരെ കേൾക്കാനുമില്ല കാണാനുമില്ല. പിന്നെ എവിടെയെന്നും പറഞ്ഞ് പോവും. അപ്പോൾ തന്നെ ധർമ്മൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി, ആ കൈനോട്ടക്കാരി ചേച്ചീനെ പറ്റിച്ചതാ, അല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് പോടാ, അങ്ങനെ പറ്റിക്കൊന്നുമില്ല ബാലേട്ടാ. 500 രൂപയാണ് ഞാൻ അവർക്ക് കൊടുത്തത്, എന്നിട്ട് അവർ വാങ്ങാതെ പോയി. അതിൻ്റെ അർത്ഥം എന്താ? പൈസയ്ക്ക് ആർത്തിയുള്ളവരാണെങ്കിൽ ആ പൈസ മേടിച്ചിട്ട് പോവില്ലേ? അപ്പോൾ ധർമ്മൻ വീണ്ടും പറയാനുണ്ട്, ചേച്ചി ഇതൊരു അടവാണെങ്കിലോ? എന്തടവ്? അല്ലെന്നേ, ഇപ്പം ഇവർ 500 രൂപ മേടിച്ചില്ല. അപ്പോൾ ചേച്ചി അത് വിശ്വസിച്ചു. ദേവിമല എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടെന്നും അവിടെ പോകണമെന്നും. അപ്പോൾ അവിടെ പോയിട്ട് പരിഹാരം കാണണമല്ലോ. അപ്പോൾ തന്നെ പൂജയ്ക്ക് ഒരുപാട് രൂപ അങ്ങ് പോറ്റി പറയും, 1,00,000 1,50,000 ആവുമെന്ന്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് പൈസ കൂടെ ഇവർക്ക് അങ്ങ് കൊടുത്താൽ പോരെ. അപ്പോൾ പൂജാ സാധനങ്ങൾ വാങ്ങിച്ചതിന് അവർക്കും ലാഭം ഇവർക്കും ലാഭം. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും ചേച്ചി എന്ന് ധർമ്മൻ പറയാം. എടാ, നിന്നെയും കൂടെ ഞാൻ വിളിച്ചുകൊണ്ട് പോകണമെന്നാണ് വിചാരിച്ചത്. ഇനി നീ എൻ്റെ കൂടെ വരണ്ട. നീ ചേച്ചി അങ്ങനെ പറയല്ലേ, വേണ്ട, നീ ഇനി എൻ്റെ കൂടെ വരണ്ട. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ശരി, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് പോവും. എനിക്ക് പോയേ പറ്റൂ. ഈ കുടുംബത്തിലൊരാളിന് ആപത്ത് വരുമെന്നും മരണം വരെ സംഭവിക്കുമെന്ന് ഒരാൾ പറയുമ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു കരയുന്നുണ്ട് കേട്ടോ ഗോമതി ടെൻഷനായിട്ട്. അപ്പം നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ പറഞ്ഞു, കണ്ടോ അമ്മ കരയണ, എന്തിനാ അമ്മയെ കരയണ? അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ട്, അമ്മ വിഷമിക്കാതെ, അമ്മ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, ടെൻഷൻ ആവണ്ട, നമുക്ക് പോവാം. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് ഇപ്പോൾ ആരാ ഇപ്പം ദേവിയുടെ കൂടെ പോകും? എനിക്കാണെങ്കിൽ പോകാൻ കഴിയില്ല. ദേവിയെ കാണാനായിട്ട് നമ്മൾ എങ്ങനെ പോകുമെന്ന് ബാലൻ ചോദിക്കുകയാണ്. പിന്നെ ഗോമതിയുടെ കൂടെ പോകാനായിട്ട് എനിക്ക് പോകാനും പറ്റില്ല, അത്യാവശ്യത്തിനൊരു ഡീലറെ കാണേണ്ട കാര്യമുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ തിരക്കാം. അപ്പോൾ മീനാക്ഷി പറയണ്ട, അമ്മ കരയാതെ, ഞാൻ കൂടെ വരാം, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങനെ ശരി, എന്നാൽ മീനാക്ഷി ഗോമതിയുടെ കൂടെ പൊക്കോ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വഴി നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് ആ കൈനോട്ടക്കാരി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഉദ്ദേശം വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാൽ ശരി, ഒരു ഓട്ടോ പിടിച്ച് നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതം വാങ്ങുവാണ് കേട്ടോ. പിറ്റേ ദിവസം തന്നെ ഗോമതിയും മീനാക്ഷിയും കൂടെ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് അവർ നേരെ അമ്പലം അന്വേഷിച്ച് പോകുന്ന വഴി ഏതൊക്കെയോ കാട്ടിനകത്ത് ഇവർ കയറി പോകാമെന്ന്. ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി സ്ഥലം അറിയാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് വാശി. അപ്പോൾ ഒരാൾ വഴി കൂടെ പോവുക, അയാളോട് വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വേറൊരു ക്ഷേത്രത്തിൻ്റെ പേരാ പറയണത്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഈ ഏരിയയിൽ എങ്ങുമില്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയിട്ടാ, നന്നായിട്ട് ആലോചിച്ചിട്ടാണ് പറയുന്നത്, അങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഇല്ല. പിന്നെ പേര് വേറെ നിങ്ങൾക്ക് വല്ലതും മാറിപ്പോയിട്ടുണ്ടാവും. അല്ല, ദേവിമല എന്ന് തന്നെയാണ്. അയ്യോ ഞങ്ങൾക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ പോവാം. അപ്പോൾ തന്നെ ഓട്ടോക്കാരൻ, ചേച്ചി ഇങ്ങനെ പോയാൽ എവിടം വരെ പോവും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ആവുന്നേ ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ടും പ്രശ്നമായി വീണ്ടും. അപ്പോൾ കണ്ടോ, ഓരോ തടസ്സങ്ങളാണല്ലോ ഈശ്വര. അവസാനം ഭാഗ്യത്തിന് കുറേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ ശ്രമിച്ച് സ്റ്റാർട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിയോട് പറഞ്ഞിട്ട് നമുക്കിനി തിരിച്ചു പോവാൻ ചേച്ചിന്ന്. ഇല്ലെന്നേ, ഒരാവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാ, ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. കാരണം ഒരു മരണം വരെ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വലിയ തടസ്സങ്ങളുണ്ടാവും, നമ്മളവിടെ എത്തിക്കത്തില്ല. ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് നമ്മളവിടെ എത്തണം, അവിടെ പോയി ആ പൂജാരിയെ കാണണം, ആ ഒരു സ്വാമിയെ കണ്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം ആവൂ, പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ സ്റ്റാർട്ടായി വണ്ടി. അങ്ങനെ പോവുക. കുറേ ദൂരം ചെന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. അവസാനം ഒരു ചെറിയൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയാം, ഈ വഴി കൂടെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന്. ചേച്ചി അതൊന്നും വഴി ശരിയല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് പോയേ പറ്റത്തുള്ളൂ, നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് പറയാം. ഇവിടെയാണെങ്കിൽ ഒരു ബോർഡ് പോലും ഇല്ല, അങ്ങോട്ടാണ് ക്ഷേത്രമൊന്നും ഇങ്ങോട്ടാണ് ക്ഷേത്രമൊന്നും, പിന്നെ എങ്ങനെയാണ് ഉദ്ദേശം വെച്ച് പോവുക ചേച്ചി എന്ന് ചോദിക്കാം. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ ഓട്ടോക്കാരൻ മുന്നോട്ട് പോവുക. പക്ഷേ അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ദേവിമല എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു ബോർഡ്. അത് ഇവർ കാണുന്നില്ല, അത് ഈ പോയ വഴിയല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ കുറേ ദൂരം പോവുക.
പോയി കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഓട്ടോക്കാരൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരും പേടിക്കരുത്. ഇല്ല, എന്താ ചേട്ടാ പറഞ്ഞോ എന്ന് മീനാക്ഷി പറയാട്ടോ. അതെ, വണ്ടിക്ക് ബ്രേക്കില്ല കേട്ടോ. ബ്രേക്കില്ലേ? ഈശ്വര, പിടിച്ചിരുന്നോണം, ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്തിയാലേ പറ്റൂ, ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ ചേട്ടാ, ഒന്ന് ഒതുക്കി നിർത്ത്, എവിടെയെങ്കിലും ഒരു സൈഡ് ഒതുക്കി നിർത്തുന്ന മീനാക്ഷി. അവർക്കാകെ ടെൻഷനായി. അയാൾ എങ്ങനെയൊക്കെയോ ബ്രേക്ക് കിട്ടാണ്ട് ഏതോ താഴ്ചയിലൂടെയും അങ്ങോട്ടും ഇങ്ങനെയൊക്കെ പോയി വല്ല ഇതന്നെ എങ്ങനെയൊക്കെ അയാൾ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ടോ എവിടെയോ ഇടിച്ചിട്ട്. അതോടുകൂടി അവർക്ക് സമാധാനമായി. അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നിട്ട് രണ്ടെണ്ണത്തിനെ വിളിച്ച് പുറത്താക്കാട്ടോ. നിങ്ങളിങ്ങോട്ട് ഇറങ്ങിക്കേ. ചേച്ചി, ഞാൻ രാവിലെ ഇത് കൊണ്ട് ഇറങ്ങുന്നത് എൻ്റെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ടാണ്. എനിക്കിനി വയ്യ. നിങ്ങൾ ഇനി ഓട്ടോ കയറിയ സമയം മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ്. നിങ്ങൾ തിരിച്ച് പോവേ നടന്നു പോവേ എങ്ങനെയെന്ന് വെച്ചാൽ പൊക്കോ. ഞാൻ ഈ ഓട്ടോയിൽ നിങ്ങൾ ഇനി കയറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്നിടത്തെങ്കിലും തിരിച്ചു കൊണ്ടുവിട് എന്നും പറഞ്ഞ് അവർ ചോദിക്കാട്ടോ ഓട്ടോക്കാരുടെ അടുത്ത്. അയാൾ ഒരു വിധത്തിൽ സമ്മതിക്കില്ല. അങ്ങനെ ഗോമതീനെയും അതുപോലെ മീനാക്ഷിനെയും ആ വഴിയിൽ ഉപേക്ഷിച്ച് ആ കാട്ടിനകത്ത് ഉപേക്ഷിച്ചിട്ട് ആ ഓട്ടോക്കാരൻ തിരിച്ചു പോകാനായിട്ട് തയ്യാറെടുക്കുന്നതാണ് എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.